ഇപ്പോൾ ഏതായാലും ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന എന്താ വ്യത്യാസമുള്ളത് എന്നൊക്കെ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നും. അതല്ലാതെ നമുക്ക് ഈ സൈഡിൽ വേറൊരു മിററും കൂടെ വരുന്നുണ്ട്. ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ആ പഴയ മിററിനെ അപേക്ഷിച്ച് ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, യെസ്, അപ്പം ഫുള്ള് സെറ്റാണ്. വേറെ ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന രണ്ട് പ്രോഡക്റ്റ്സ് ആണ്. പ്രോഡക്റ്റ്സ് അല്ല, രണ്ട് സൈഡിലായിട്ട് റൈറ്റും ലെഫ്റ്റും ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുമായിരിക്കും, എൻ്റെ ഈ വാഹനത്തിൽ ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സ് ഉണ്ടല്ലോ, ഇനി കണ്ടിട്ടില്ലാത്തവർക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദേ ഈ സെയിം മിറർ അല്ലേ അത്, ഇതിലെന്താ വ്യത്യാസമുള്ളത് എന്നൊക്കെ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നും. അതല്ലാതെ നമുക്ക് ഈ സൈഡിൽ വേറൊരു മിററും കൂടെ വരുന്നുണ്ട്. ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോയുടെ അവസാനം ഏറ്റവും ലാസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സൈഡിൽ വരുന്ന മിററിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി ടെക്സ്. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും വഴിയേ പറഞ്ഞു പോവാം. സംഗതി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ആദ്യം നോക്കിയിട്ടൊന്ന് പറയുക. യെസ്, അപ്പം ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. യെസ്, കാണാൻ അത്യാവശ്യം നല്ല കിടുക്കാച്ചിയാൻ തോന്നാം. നല്ല ക്ലാരിറ്റി ഉണ്ട്. ഏതായാലും നിങ്ങൾക്ക് ഗ്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. യെസ്, സംഗതി നല്ല അടിപൊളിയാണ്. എൻ്റെ ക്യാമറയും കാണാം, എന്നെ കാണാം. ഹായ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഫിറ്റ് ചെയ്യാം. ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പഴയത് മാറ്റണം. എന്താണ് ഇതിൽ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ടും വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അതിനെ കണ്ടാൽ മാത്രം നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് രണ്ടും എന്താണ് വ്യത്യാസം. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് മോഡലാണ്. അതായത് നമ്മുടെ ഈ വാഹനത്തിൽ ഇരിക്കുന്നത് കുറച്ചൊന്ന് ഔട്ട്ഡേറ്റഡ് ആണ്. ഇത് അപ്ഡേറ്റഡ് വെർഷനാണ്. അതായത് ഒരു പുതിയ മോഡൽ എന്ന് തന്നെ നമുക്ക് പറയാം. പുതിയ മോഡൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഡിസൈന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, വൈഡർ ആയിട്ടുണ്ട് കുറച്ചുകൂടെ. അതായത് ഈ ഒരു ഏരിയ ഇപ്പോൾ സൈസ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കുറച്ചുകൂടെ ഒന്ന് വലുപ്പം, ചെറുതായിട്ട്, വലിയ വ്യത്യാസമില്ല, എന്നാലും ചെറിയൊരു വലുപ്പ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ സൈഡിലത്തെ മിററൊക്കെ ഡിസൈനിലെ വ്യത്യാസം, ഒരു ഓവൽ ഷേപ്പ് പോലെ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പ് ആണെന്ന് വെച്ചാൽ സ്ക്വയർ ഷേപ്പ് അല്ല, ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നത്. ഇതിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഏതായാലും നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യാം. ബാക്കിയുള്ള വൈസ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോർ സൈഡ് പോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഏതായാലും ഞാനിതൊന്ന് ഫിറ്റ് ചെയ്യട്ടെ. അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊന്ന് തൽക്കാലം മാറ്റി വെച്ചു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡബിൾ സൈഡ് ടേപ്പിന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് മാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ പറിച്ചെടുത്താൽ മതി. കുറച്ച് ബുദ്ധിമുട്ടാണ്, അന്നത്തെ ഒട്ടിയിട്ട് നല്ലതായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ പശയെല്ലാം നല്ല വൃത്തിയായിട്ട് കളഞ്ഞ് ഈ ഒരു പോർഷൻ നല്ല വൃത്തിയാക്കണം. ആദ്യം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇതേ സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ അടുത്തത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ പശയെല്ലാം ഒന്ന് കളഞ്ഞ് റെഡി ആക്കിയതിന് ശേഷം ഞാനതൊന്ന് ഒട്ടിക്കുന്നത് കാണിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ. കാരണം ആദ്യം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യം, നമ്മൾ ചുമ്മാ ഒന്ന് വെച്ച് നോക്കി രണ്ട് സൈഡിലെയും ഓക്കെ ആണോ എന്നുള്ളതൊന്ന് കൺഫേം ആക്കണം. ഇപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ. ആ പഴയതെല്ലാം കളഞ്ഞു, അതിൻ്റെ ടേപ്പെല്ലാം കളഞ്ഞു, നല്ല വൃത്തിയാക്കി അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാടും കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് പോളിഷ് പിടിച്ചാൽ മതി. പക്ഷേ ഞാനത് കളയാത്ത വേറൊന്നും കൊണ്ടല്ല, ഇത് വെക്കുന്ന സമയത്ത് ഇനി അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിനകത്ത് എന്താണ് വ്യത്യാസമെന്ന് കുറച്ച് പേർക്കെങ്കിലും ഇപ്പോഴും മനസ്സിലായി കാണത്തില്ലായിരിക്കും. ഇപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ ആ പഴയ മിററിനെ അപേക്ഷിച്ച്? ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഇനി കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മുടെ പഴയ മിറർ. ഇപ്പോൾ കറക്റ്റായിട്ട് പലർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവിടെ താഴെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അതായത് ഇത് പൊക്കുകയും താക്കുകയൊക്കെ പലരും വന്ന് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. ഇവിടെ ഈ സൈഡിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട്, പക്ഷേ ഇവിടെ അങ്ങനൊരു ഓപ്ഷൻ വരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ആണ് വരുന്നത്. അതായത് ഒരു ഫിക്സഡ് ടൈപ്പാണ് വരുന്നത്. നമുക്കിതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഗ്ലാസ്സിന് മാത്രമാണ്. കണ്ടോ? അപ്പോൾ നമുക്ക് ഏതൊരു പൊസിഷനിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാം. ഈ ചെറിയ മിറർ എനിക്ക് തോന്നുന്നു ഭയങ്കര അഡ്വാൻറ്റേജ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഏതായാലും ഇത് യൂസ് ചെയ്തില്ല. യൂസ് ചെയ്താലേ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഏതൊരു പ്രോഡക്റ്റ് ചെയ്താലും ഉറപ്പായിട്ട് അത് യൂസ് ചെയ്ത് നോക്കി അത് ഓക്കെ ആണോ എന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. ഏതായാലും ഞാനത് ഫിറ്റ് ചെയ്യുന്നുള്ളൂ. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡ്രൈവും കൂടെ നോക്കി അടിപൊളിയാണെങ്കിൽ മാത്രം പറയത്തുള്ളൂ. ഇനി ഞാനത് ഒട്ടിച്ച് വെക്കട്ടെ. ഇത് ഒട്ടിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ മിറർ ഫിറ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഈ താഴെയുള്ള ഡബിൾ സൈഡ് സ്റ്റിക്കർ അഴിച്ചു വെച്ചും പൊളിച്ച് കഴിഞ്ഞ് നേരെ കയറ്റി വയ്ക്കുക. കയറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റിക്കർ പറിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കയറ്റുന്ന സമയത്ത്, അതായത് ഇതിലോട്ട് കയറുന്ന സമയത്ത് ഈ ഭാഗം, അതായത് ഇവിടെ ഫോഴ്സ് കൂടുതൽ കൊടുത്തുകൊണ്ട് ഇങ്ങനെ പൊക്കി പ്രസ് ചെയ്ത് മേളിലോട്ട് ഇങ്ങറ്റത്ത് വന്ന്, അതായത് ഈ ഒരു പോർഷനിൽ ഇങ്ങറ്റത്ത് വന്നതിന് ശേഷം മാത്രം നമ്മളത് പ്രസ് ചെയ്യിക്കാവുള്ളൂ.
അതായത് ഒരു തവണ നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അഴിച്ചുകൊണ്ട് പോകുന്ന രീതി ആകരുത്. അതുകൊണ്ടാണ് ഫുൾ അകത്തോട്ട് കയറ്റിയതിന് ശേഷം മാത്രം പ്രസ് ചെയ്യാവുള്ളൂ. അല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഒട്ടത്തില്ല, അല്ലെങ്കിൽ ഇത് ബാക്കിലോട്ട് പോയായിരിക്കും ഒട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ പിടുത്തം കുറയും. അങ്ങനെ പിടുത്തം കുറയാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. സമയമെടുത്തേ ചെയ്യാവുള്ളൂ, ഒരു കാരണവശാലും ധൃതി കൂട്ടി ചെയ്യേണ്ട. സമയമെടുത്ത് നല്ല വൃത്തിയായിട്ട് ഈ ഒരു സൈഡും ആ ഒരു സൈഡും ഒട്ടിക്കുക. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഓടിച്ചൊന്ന് തൂത്ത് ഇതിനകത്ത് എയറോ കാര്യങ്ങളോ എല്ലാം കൊണ്ട് കളയണം. അത് നല്ല പ്രസ്സായിട്ട് ഇരുന്നു എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പോർഷനിലുള്ള പൊടി, ചെളി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല നീറ്റാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഗ്ലാസ് ഒട്ടിക്കാവുള്ളൂ. ഏതായാലും ഞാനൊന്ന് ഒട്ടിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ അതെല്ലാം ഫിറ്റ് ചെയ്തു. വേണ്ട നല്ല പക്കയായിട്ടുണ്ട് ഈ രണ്ട് സൈഡും, കണ്ടോ? ഓക്കെ. ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും പക്കയാണോ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കി വയ്ക്കാം. യെസ്, അപ്പം ഫുള്ള് സെറ്റാണ്, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി വാഹനത്തിനകത്ത് കയറിയിട്ട് വേണം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടത്. സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമ്മൾ വാഹനത്തിൽ കയറുക, ഗ്ലാസ് ഒന്ന് ഫുള്ള് താത്തിടുക, എന്നിട്ട് കീ എല്ലാം ഓഫ് ചെയ്ത് വാഹനം ഫ്രീ ആക്കുക. ഇതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് നമുക്ക് ഈ സൈഡിലോട്ട് കാണാൻ സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു റൈറ്റ് സൈഡിലെ ലെൻസ് ഞാൻ എപ്പോഴും പറയുന്നത് കുറച്ച് വൈഡായിട്ട്, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബോഡി ഒരല്പം, ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ ബോഡി ഒരല്പം കണ്ടാൽ കുഴപ്പമില്ല, നല്ലതാണ്. ഈ ഒരു പൊസിഷനിൽ, അതായത് ഇങ്ങനെ ക്യാമറ വരുമ്പോൾ കാണാൻ പാടല്ലേ, ബോഡിയുടെ ഒരല്പം പോർഷൻ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റണം. ബാക്കി അപ്പുറത്തോട്ട് ഫുള്ള് കൊടുക്കാം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് വൈഡായിട്ട് ആ പോർഷൻ കിട്ടും. ഇനി ചെറിയ മിറർ എനിക്കിവിടെ താഴത്തെ പോർഷനിലോട്ട്, അതായത് നമ്മുടെ ഈ വാഹനത്തിൻ്റെ താഴത്തെ, അതായത് എൻ്റെ ഡോറിൻ്റെ താഴത്തെ പോർഷനിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് എനിക്ക് അതുപോലെ തന്നെ ആ സൈഡും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഇപ്പോൾ എനിക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര വൈഡായിട്ട്, അതായത് നമ്മൾ ഈ താഴത്തെ ഗ്ലാസ്സിൽ കാണുന്നതിന് കഴിഞ്ഞ് മേളത്തെ ഗ്ലാസ്സിൽ നോക്കി എത്ര വൈഡായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും ഈ ഒരു പോർഷനിലും മേളത്തെ പോർഷനിലും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം. അതായത് നല്ല വൃത്തിയായിട്ട് നമുക്കൊരു വൈഡ് ഏരിയ കിട്ടും. നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് മിററിൻ്റെ ശരിക്കുള്ള വർക്കിംഗ് ഈ ഒരു മിറർ കൊണ്ട് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 700 രൂപ വരുന്നുണ്ട്, അതായത് 700 റുപ്പീസ് വരുന്നുണ്ട് രണ്ടെണ്ണം കൂടെ. ഏതായാലും എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആരും വന്ന് ഇനി മേളിൽ നിന്ന് താഴോട്ടൊക്കെ പിടിച്ച് മറിക്കുന്നൊരു പരിപാടി നടത്തത്തില്ല. കുറച്ചുകൂടെ ഒന്ന് കോമ്പാക്റ്റ് ആയിട്ടുണ്ട്, അതായത് കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ടുണ്ട്, കാണാനും ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയാണ്. ഇനി ഒന്ന് ഓടിച്ചും കൊണ്ട് നോക്കിയിട്ട് ഞാനൊന്ന് കൺഫേം ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഏതായാലും ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഈ ഒരു മിററിൻ്റെ കാര്യം തന്നെയാണ്. ഇപ്പോൾ താഴത്തെ മിററിനും മേളത്തെ മിററിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഏതിലേക്ക് വാഹനം വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ, ലെഫ്റ്റ് സൈഡ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബുദ്ധിമുട്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ റൈറ്റ് സൈഡിൽ ആ മിററിൻ്റെ, അതായത് ആ ചെറിയ മിററിൽ കൂടെ നമുക്ക് ഈ വാഹനത്തിൻ്റെ താഴത്തെ പോർഷൻ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു റൈറ്റ് സൈഡിൽ വല്ല പോർഷനൊക്കെ ചേർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ താഴത്തെ ഇത് കറക്റ്റ് കാണാൻ പറ്റും എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അടി കല്ലോ വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ എത്രത്തോളം വൈഡായിട്ട് കാണാൻ പറ്റും അതും നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഏതായാലും സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, ഓക്കെയാണ്.